ഹായ് ഡിയേഴ്സ്, ന്യൂ നമ്പേഴ്സ് എന്ന പുതിയ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് പ്രീവിയസ് നോളേജ് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സൈഡാണ് ഹൈപ്പോട്ടനസ്. അതർ ടു സൈഡ്സ്, അതായത് അതർ ടു സൈഡ്സുകൾ പെർപെൻഡിക്കുലർ ആണ്. ഈ സൈഡ്സിൽ ഇവിടെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന സൈഡിനെ പറയുന്നതാണ് ബേസ്. ഇതുപോലെ ഇങ്ങനെ കുത്തനെ കാണുന്ന ഈ പെർപെൻഡിക്കുലർ സൈഡിനെ പറയുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് തരികയാണെങ്കിൽ തേർഡ് സൈഡ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഇപ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്താണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ ഹൈപ്പോട്ടനസ് എച്ച്, ബേസ് ബി, ഓൾട്ടിറ്റ്യൂഡ് എ, ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്താണ് കണ്ടെത്തുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതാണ് ഹൈപ്പോട്ടനസ്. ഓക്കെ, ഇനി ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്താണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്നും ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇതുപോലെ തന്നെയാണ് ബേസിൻ്റെ ലെങ്ത്ത് കാണേണ്ടത്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഫോർമുല. എച്ച് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ലൈനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ബേസിൻ്റെ ലെങ്ത്താണ് കാണേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇതാണ് പൈതഗോറസ് തിയറം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ മൂന്ന് റിലേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫോർമുലകൾ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഉള്ള ഈ ലെങ്ത്ത് വെച്ചിട്ട് ഞാനൊരു സ്ക്വയർ ഫോം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും വരിക? ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് √2 ആണ്. അപ്പോൾ √2 ഇൻറ്റു √2 ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു √2 എന്താ വരിക? ദാറ്റ് ഈസ് 2 അല്ലേ? ഈ സൈഡിൻ്റെ ലെങ്ത്ത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ √2 എന്ന് പറയുന്ന നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ
√25 ഇൻറ്റു √25 ആണെങ്കിൽ സൈഡിൻ്റെ ലെങ്ത്ത് √25 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ √25 ഇൻറ്റു √25 അല്ലേ. അപ്പോൾ √25 എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 25. ഏരിയ 25 എന്ന്. അപ്പോൾ 25 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയതുകൊണ്ടാണ് √25ൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 കൊടുത്തത്. ഇവിടെ √2 ആണ്. പക്ഷേ 2 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ √2 എന്ന് പറയുന്നത് ഏത് നമ്പർ ആയിരിക്കും നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഓരോ ഇവിടെ 5 നമ്മൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 25 കിട്ടി. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുന്നത് ഏതാണെന്ന് കണ്ടെത്തണം. അങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇപ്പോൾ 1.1 ഇൻറ്റു 1.1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടുകയാണെങ്കിൽ √2ൻ്റെ വാല്യൂ 1.1 ആണെന്ന് പറയായിരുന്നു അല്ലേ. ഓക്കെ, 1.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.21 ആണ്. അപ്പോൾ 2 അല്ല ഇവിടെ കിട്ടുന്നത് വാല്യൂ. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 2 കിട്ടുന്ന ഒരു ആൻസർ കണ്ടെത്താണ് ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സ് വെച്ചപ്പോഴും കറക്റ്റ് 2 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയില്ല. ഓരോന്നിൻ്റെയും സ്ക്വയർ നമ്മൾ കണ്ടപ്പോൾ, അതായത് ഇപ്പോൾ 1.4 കൊടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 1.4 ഇൻറ്റു 1.4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടുകയാണെങ്കിൽ √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണെന്ന് പറയാം. അതായത് ഇവിടെ √25ൻ്റെ വാല്യൂ 5 ആണെന്ന് പറയുന്നത് പോലെ √2ൻ്റെ വാല്യൂ 1.4 ആണെന്ന് പറയാം. പക്ഷേ 1.4 ഇൻറ്റു 1.4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1.96 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്നൊരു കറക്റ്റ് ആൻസർ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അടുത്തൊരു ഡെസിമൽ നമ്പർ സെലക്ട് ചെയ്തു. അതായത് 1.41 സെലക്ട് ചെയ്തു. അപ്പോൾ 1.41 ഇൻറ്റു 1.41 എന്തായിരിക്കും ആൻസർ വരിക, 1.41 ഇൻറ്റു 1.41. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.9881 എന്നുള്ളൊരു ആൻസറാണ് കിട്ടിയത്. ഇപ്പോഴും നോക്കൂ, നമുക്ക് 2 എന്നുള്ളൊരു ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലേ. 1.9881 2നോട് അടുത്തൊരു വാല്യൂ ആണ് കിട്ടിയത് 1.41 കൊടുത്തപ്പോൾ. അപ്പോൾ അടുത്ത ഡിജിറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തു. 1.414 കൊടുത്തു. 1.414 ഇൻറ്റു 1.414 ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1.999396. ഓക്കെ, 1.999396 എന്നുള്ള നമ്പറാണ് കിട്ടിയത്. അപ്പോഴും 2 എന്നുള്ള കറക്റ്റ് നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ അടുത്തൊരു ഡിജിറ്റ് കൊടുത്തു. 1.4142 കൊടുത്തു. 1.4142 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4142 ഈക്വൽ ടു ആൻസർ കിട്ടിയത് 1.99961664 എന്നുള്ളൊരു ആൻസറാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, 2 എന്നുള്ളൊരു നമ്പർ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നില്ല. നെക്സ്റ്റ് എന്ത് ചെയ്തു, 1.41421 കൊടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 1.41421. ഓക്കെ, അപ്പോൾ കിട്ടിയ ആൻസർ 1.99989924 ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത നോക്കൂ. നമുക്ക് 2 എന്നുള്ള ആൻസറാണ് കിട്ടേണ്ടത്. 1 കഴിഞ്ഞ് നമ്മൾ ഓരോ ഡിജിറ്റ്സുകൾ കൂട്ടി കൊടുത്തപ്പോഴും നമുക്ക് 2 എന്നുള്ളൊരു ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വിളിച്ചത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഏകദേശം √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താക്കി കൊടുത്തു. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈക്വൽ ടു പറഞ്ഞിട്ട് ഇവിടെ എഴുതാൻ സാധ്യമല്ല. കാരണം ഈക്വൽ ടു നമ്മൾ ഏതൊരു 1 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് 2 എന്നുള്ളൊരു പെർഫെക്റ്റ് ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, √2 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ വാല്യൂ ഏകദേശം, അതായത് അപ്രോക്സിമേറ്റ്ലി
ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്രോക്സിമേറ്റ്ലി 1.4 ആണെന്ന് എടുത്തു. അപ്പോൾ നമ്മളിവിടെ എടുത്തത് എന്താണ്? സോ വി ക്യാൻ സേ √2 ഈസ് 1.4 അപ് ടു 1 ഡെസിമൽ പ്ലേസ്. ഇപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യാമെങ്കിൽ √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണെന്ന് പറയാം. അല്ലെങ്കിൽ √2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 up to 2 decimal places. Okay, and so on we can say √2 equal to √2 approximately equal to 1.41 etc. അല്ലെങ്കിൽ √2 ഈക്വൽ ടു പറയുകയാണെങ്കിൽ എങ്ങനെ വരും? 1.41 421 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഇടാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരു നമ്പറിൻ്റെ ഏത് 1 കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ നമ്മൾ കൊടുത്ത് സ്ക്വയർ കണ്ടാലും നമുക്ക് 2 എന്നുള്ളൊരു ആൻസർ കിട്ടുന്നില്ല അല്ലേ. കറക്റ്റ് നമുക്ക് √2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 2 ആണെന്ന് അറിയാം. പക്ഷേ ഇതിന് ഈ √2ന് ഏത് നമ്പർ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 2 എന്നുള്ളൊരു ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളത് അവിടെ ഫിക്സ് ചെയ്തിട്ട് √2 ഈക്വൽ ടു അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41 അപ് ടു 2 ഡെസിമൽ ആണെങ്കിൽ 1.41 കൊടുത്തിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ടൈപ്പ് നമ്പേഴ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് നമ്പേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്കതിൻ്റെ സ്ക്വയർ ആയിട്ടൊരു പെർഫെക്റ്റ് നമ്പർ കൊടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനി നമ്മൾ ഫ്രാക്ഷൻസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം എങ്ങനെ വരും? ഈ 1.414 എന്നൊക്കെ പറയുന്ന √2ൻ്റെ വാല്യൂവിനെ ഫ്രാക്ഷൻസ് ആക്കി കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഇപ്പോൾ 1.4 ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 14/100 ആണ്. 14/10 ആണ്. അതുപോലെ തന്നെ 1.41 ആണെങ്കിലോ ദാറ്റ് ഈസ് 141/100. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് ഈ നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് പോവും. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ സീറോസ് ഇങ്ങനെ കൂടി വരും അല്ലേ. 141,421 എന്ത് വരും? 1,00,000. കണ്ടോ, ഇങ്ങനെ ഫ്രാക്ഷൻസ് നമ്മൾ എടുത്തിട്ടുള്ള ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിന് സീറോ നമ്പേഴ്സിലെ ഡിനോമിനേറ്ററിൽ സീറോ നമ്പേഴ്സ് ഇങ്ങനെ കൂടി വരും. ഈ രൂപത്തിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ന്യൂ ടൈപ്പ് നമ്പേഴ്സ്. എന്നാൽ നമ്മുടെ 25 ഒക്കെ ആണെങ്കിലോ നമുക്ക് പെട്ടെന്ന് പറയാം. 25 എന്ന് പറയുന്നത് 5 × 5 ആണ് 25. കണ്ടോ, കറക്റ്റ് നമുക്കൊരു നാച്ചുറൽ നമ്പർ ആക്കിയിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഡെസിമൽ നമ്പർ കൊടുത്തിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇതിനെ പെർഫെക്റ്റ് ഒരു വാല്യൂ 2 എന്ന് പറയുന്ന വാല്യൂവിൽ എത്തിക്കാൻ പറ്റുന്നില്ല. ഈക്വൽ ടു 2 എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് കിട്ടുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഡെസിമൽ കൊടുത്തതിന് ശേഷം എന്താണ് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ടൈപ്പ് നമ്പേഴ്സിന് പറയുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന എക്സാമ്പിൾസ് √3 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ് അല്ലേ. √3ൻ്റെ വാല്യൂയും ഇതുപോലെ തന്നെയാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. √3 × √3 ഈക്വൽ ടു 3 ആണെന്ന് അറിയാം. പക്ഷേ √3 എന്ന് പറയുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ നമ്പേഴ്സ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ √3 × √3 ദറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടണം. നമുക്ക് 3 എന്ന് കിട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തപ്പോൾ √3 ഈക്വൽ ടു 1.73205 ഇൻറ്റു 1.73205 നമ്മൾ കണ്ടെത്തിയപ്പോൾ ഏകദേശം എന്ത് ചെയ്തു? 2.999 എക്സെട്ര എന്ന് പറഞ്ഞാൽ 3നോട് അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ 3നോട് അടുത്ത് വരുന്നൊരു നമ്പറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ √3 എന്നുള്ള ഈ നമ്പറിൻ്റെ വാല്യൂ ഏകദേശം നമ്മൾ പറയുന്നത്, അതായത് പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് 1.73
വരെ എടുക്കും. അപ് ടു 2 ഡെസിമലാണെങ്കിൽ 1.73, 3 ഡെസിമലാണ് പറയുന്നതെങ്കിൽ 1.732 വരെ എടുത്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ √2ൻ്റെ വാല്യൂ അതുപോലെ √3ൻ്റെ വാല്യൂസാണ് പഠിക്കാനുള്ളത്. √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.41, √3ൻ്റെ വാല്യൂ 1.73. ഓക്കെ, അപ് ടു 2 ഡെസിമൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and the length of a side of the square. അതായത് ഈ ടോപ്പിൽ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്തും അതുപോലെ ഏരിയയും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്ക് കിട്ടണമെങ്കിൽ സൈഡിൻ്റെ ലെങ്ത്ത് അറിയണം. സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ടെത്തണം. ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴത്തുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ട്, അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ട്, തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ട്, ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസിൽ എത്തിച്ചേരണം. അങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് എന്താ വരിക? ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എച്ച് ആണല്ലേ. എച്ച് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത്ത് 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ H1 എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഹൈപ്പോട്ടനസ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ √2. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2, സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് കിട്ടി. ഇനി H2 കണ്ടെത്തണം. ഓക്കെ, H2 എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ്, ഇപ്പോൾ നമ്മുടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് √2 ആയി, അടുത്ത സൈഡ് 1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് √2 പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് √2 സ്ക്വയർ വരും അല്ലേ, √2 സ്ക്വയർ പ്ലസ് 1, സ്ക്വയർ റൂട്ട് ഓഫ് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 2 പ്ലസ് 1 3, ദറ്റ് ഈസ് √3. ഇനി തേർഡ് ഹൈപ്പോട്ടനസ് H3 എന്ന് പറയുന്നത് എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദറ്റ് ഈസ് √4. √4 എന്ന് പറയുമ്പോൾ 2 ആൻസർ വരും. നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ഹൈപ്പോട്ടനസ്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. H4 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദറ്റ് ഈസ് √4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 4 തന്നെയാണ് വരിക അല്ലേ. 4 പ്ലസ് 1 5, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5. നോക്കൂ, ഇപ്പോൾ ഫോർത്ത് ഹൈപ്പോട്ടനസ് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ എന്തായിട്ട് വരുന്നത്? ഒരു സൈഡായിട്ട് വരുന്നത്. H1, H2, H3, H4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു √5 എന്ന് കിട്ടി. √5 ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താ വരിക? ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ സ്ക്വയർ. ഏരിയ ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. 5 മീറ്റർ സ്ക്വയർ ആണ് അവിടെ തന്നിട്ടുള്ള ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് √5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ഈസ് ഡ്രോൺ on the altitude of an equilateral triangle of side 2 meters. What is the area of the square? What is the altitude of the triangle? അതായത് ഒരു ഈക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വെച്ചിട്ടൊരു സ്ക്വയർ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയയും ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്തും എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും?
2 മീറ്റർ ആയിരിക്കും അല്ലേ. ഈ സൈഡ് 2 മീറ്റർ. ഓക്കെ, ഇനി നോക്കൂ, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ലൈനാണ് ഈ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്കുള്ള ഈ പെർപെൻഡിക്കുലറിനാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രയാങ്കിളിനെ 2 ഈക്വൽ ട്രയാങ്കിൾസുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, ടോട്ടൽ 2 മീറ്റർ ആണെങ്കിൽ ഈ സൈഡിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. ഇങ്ങനെ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസുകളാണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് കാണാം. ദാറ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 2 ആണ്, 2ൻ്റെ സ്ക്വയർ മൈനസ് ബേസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 1 ദാറ്റ് ഈസ് 3. അപ്പോൾ ഇതിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് കിട്ടിയത് √3 എന്നാണ്. √3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് √3 ആണെങ്കിൽ √3 ഇൻറ്റു √3 ആയിരിക്കും ഇതിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 മീറ്റർ സ്ക്വയർ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്ത് ചെയ്തു, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസുകളാക്കി കട്ട് ചെയ്ത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾസുകൾ ഇവിടെ 90 ആയിരിക്കും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ 60, ഇവിടെയും 60 ആയിരിക്കും. ഡിവൈഡ് ചെയ്തുകൊണ്ട് 30 ഡിഗ്രി വീതം വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടെത്തി. 90ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ എന്ന് തന്നിരുന്നു. 30ൻ്റെ ഓപ്പോസിറ്റ് 1 മീറ്റർ ആയിരുന്നു. 60ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മൾ കണ്ടെത്തിയത് √3 മീറ്റർ. ഓക്കെ, ഇനി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ആംഗിൾസുകൾ 30, 60, 90 ഈ രൂപത്തിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും നോക്കൂ. 30ൻ്റെ ഓപ്പോസിറ്റ് 1 കണ്ടോ, 60ൻ്റെ ഓപ്പോസിറ്റ് √3, അതുപോലെ 90ൻ്റെ ഓപ്പോസിറ്റ് വന്നത് 2. ആംഗിൾസ് 30, 60, 90 രൂപത്തിലാണ് വരുന്നതെങ്കിൽ ഈ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദി ആംഗിൾസ് ആർ 30, 60, 90, ദി റേഷ്യോസ് ഓഫ് ദ സൈഡ്സ് ഈക്വൽ ടു 1:√3:2. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. What are the lengths of the other 2 sides of the triangle shown below? താഴെ കാണുന്ന ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിൻ്റെ ലെങ്ത്ത് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതർ 2 സൈഡ്സിൻ്റെ ലെങ്ത്ത്. ഈ ട്രയാങ്കിൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്നാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആംഗിൾസ് 30, 60 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ തേർഡ് ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. 3 ആംഗിൾസിൻ്റെ സം 180 ആണല്ലോ. അതിൽ 2 ആംഗിൾസിൻ്റെ സമ്മ് 90 വന്നാൽ തേർഡ് ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾസുകൾ വന്ന് നോക്കൂ, 30, 60, 90. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലാണ് ആംഗിൾസുകൾ വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ പഠിച്ചു. എന്തായിരുന്നു, 1:√3:2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡാണ് 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ. 60ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് √3 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. We have seen class 8
that any odd number can be written as the difference of two perfect squares. The lesson identities using these draw squares of area 7 and 11 square centimeters. അതായത് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന അതുപോലെ ഏരിയ 11 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന രണ്ട് സ്ക്വയേഴ്സ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ് ഏതൊരു ഓഡ് നമ്പറിനെയും രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയ അല്ലേ, ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ 7 വരണം. അപ്പോൾ 7 വരണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് √7 എന്ന് കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏരിയ 7 ആവുള്ളൂ. √7 × 7 ആണ് 7. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് √7 കിട്ടണം. അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണിൻ്റെ ആണെങ്കിലോ √11 കിട്ടണം. √11 × √11. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് √11 കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഏരിയ നമുക്ക് 11 കണ്ടെത്താൻ സാധിക്കുള്ളൂ, ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ √7 വരുന്നൊരു ലൈന് അല്ലെങ്കിൽ സൈഡ് ഡയറക്റ്റ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനാണ് നിങ്ങൾക്ക് ഇതിലൊരു ഐഡിയ തന്നിട്ടുള്ളത്. 7 എന്ന് പറയുന്ന നമ്പറിന് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 7 എന്ന് പറയുന്നത് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. 7 എന്ന് പറയുമ്പോൾ 3 + 4 ആണ് 7 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സ് നമുക്ക് എടുത്തു കൊടുക്കാം. ദാറ്റ് ഈസ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 7 എങ്ങനെ ഡിനോട്ട് ചെയ്തു, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സൈഡിൻ്റെ ലെങ്ത്തും എങ്ങനെ എടുത്താൽ മതി. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതിൻ്റെ ബേസ് 3 സെൻറ്റിമീറ്റർ എടുക്കുക. ബേസ് 3 സെൻറ്റിമീറ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ, അതായത് കോമ്പസിൽ നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. കാരണം നമ്മുടെ ഹൈപ്പോട്ടനസ് ആണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾ പ്രൊട്ടാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ലോങ് ലൈന് വരച്ചാൽ മതി പെർപെൻഡിക്കുലർ ആയിട്ട്. ആ ലൈനിലാണ് നമ്മൾ ഇവിടെ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് 4 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3യും ഇവിടെ 4ഉം നമ്മൾ മെഷർ ചെയ്തിട്ട് തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, √7 ആയിരിക്കും. അതായത് നോക്കൂ, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും വരിക, √√ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് നമ്മൾ 4 എടുത്തു, 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, ബേസ് 3 എടുത്തു, 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. നോക്കൂ, √16 - 9 എന്ന് പറയുമ്പോൾ എത്ര വരും, 16 - 9 ദാറ്റ് ഈസ് 7, √7. അതായത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് √7 എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ ഞങ്ങൾ ബേസും ഓൾട്ടിറ്റ്യൂഡും 3യും 4ഉം ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് √7 ആവും. ഇനി എന്ത് ചെയ്താൽ മതി, ഈ മെഷർമെൻറ്റ് കോമ്പസിലെടുക്കാൻ സാധിക്കുള്ളൂ. കോമ്പസിലെടുത്തിട്ട് എന്ത് ചെയ്യുക, സ്ക്വയർ ഫോം ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ കോമ്പസ് ഫിക്സ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രൊട്ടാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യാം. അതായത് ഈ പോയിന്റിൽ ഇവിടെ പ്രൊട്ടാക്ടർ വയ്ക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി വരുന്നൊരു ലൈന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ 90 ഡിഗ്രി കൊടുക്കുക. അതുപോലെ ഇവിടെയും പ്രൊട്ടാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യാം. എന്നിട്ടത് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ 90 ഡിഗ്രി ആംഗിൾ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടുള്ള ഈ √7 ലെങ്ത് ഉണ്ടല്ലോ, ഇത് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്കും ആ √7 എന്നുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ് 11ഉം ചെയ്യേണ്ടത്. അതായത് 11നെ നമുക്ക് ഇതുപോലെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് 11 = 11 എന്ന് പറയുന്നത് 5 + 6 ആണ് 11. അപ്പോൾ 6 സ്ക്വയർ മൈനസ്
5 സ്ക്വയറിന് കൊടുക്കാം. 11 ഈക്വൽ ടു എന്താണ്? 5 പ്ലസ് 6 ആണ്. അപ്പോൾ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഓക്കെ, ഇനി നോക്കൂ, ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. 5 സെൻറ്റിമീറ്റർ ബേസ് വരയ്ക്കുക. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക? 90 ഡിഗ്രി ആംഗിളിലൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് കോമ്പസോടെ ഫിക്സ് ചെയ്തിട്ട് ഈ 90 ഡിഗ്രി ആംഗിളിൻ്റെ ലൈനിലേക്ക് 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. കോമ്പസിൽ 6 എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ലെങ്ത്ത് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 5, ഇവിടെ 6. അപ്പോൾ ഇനി തേർഡ് സൈഡ് എത്ര ആയിരിക്കും വരിക? ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 36 മൈനസ് 25, ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 11. കണ്ടോ, ഓൾട്ടിറ്റ്യൂഡ് എന്ത് കിട്ടി? സ്ക്വയർ റൂട്ട് ഓഫ് 11 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിലൊരു സ്ക്വയർ ഫോം ചെയ്യണം. അതിന് ഇവിടെ പ്രൊട്ടാക്ടർ തിരിച്ച് വെച്ചിട്ട് 90 ഡിഗ്രിയിലൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ ഈ ഭാഗത്തും 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അതിന് ശേഷം നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 11ൻ്റെ ഈ ലെങ്ത്ത് കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെയും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ തേർഡും ഫോർത്തും വെർട്ടെക്സുകൾ കണക്ട് ചെയ്യുമ്പോൾ ഓരോ സൈഡിൻ്റെ ലെങ്ത്തും റൂട്ട് 11 വരുന്നൊരു സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 11 ഇൻറ്റു 11, ദാറ്റ് ഈസ് 11 ആയിരിക്കും ഇതിൻ്റെ ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഏരിയ 13 വരുന്ന 2 സ്ക്വയേഴ്സുകൾ ഫോം ചെയ്യണം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത മെത്തേഡിനെ യൂസ് ചെയ്യാം. എന്തായിരുന്നു? 13 നമുക്ക് എന്ത് ചെയ്യാം? 2 പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. ദറ്റ് ഈസ് 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ഓക്കെ, ഇത് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ബേസ് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈന് പ്രൊട്ടാക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് വരയ്ക്കുക. അതിലെന്ത് ചെയ്യുക? 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഹൈപ്പോട്ടനസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും വരിക? അതായത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു 49 മൈനസ് 36, ദറ്റ് ഈസ് 13. അപ്പോൾ എ ഈക്വൽ ടു റൂട്ട് 13 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട്, അതായത് 90 ഡിഗ്രിയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി വരയ്ക്കുക. എന്നിട്ട് റൂട്ട് 30 എന്നുള്ളത് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഓരോ വെർട്ടെക്സിലും വെച്ചിട്ട് മാർക്ക് ചെയ്യാം. തേർഡും ഫോർത്തും വെർട്ടെക്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ കിട്ടി. ഇതിലെല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്തും റൂട്ട് 13 ആയിരിക്കും. അപ്പോൾ സൈഡിൻ്റെ ലെങ്ത്ത് റൂട്ട് 13 ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും? റൂട്ട് 13 ഇൻറ്റു റൂട്ട് 13, ദാറ്റ് ഈസ് 13. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് 13 എക്സ്പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ സമ്മായിട്ടും 13 എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് 13 ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരയ്ക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ 3 സെൻറ്റിമീറ്ററിലൊരു ബേസ് വരയ്ക്കുക. നെക്സ്റ്റ് ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ ഹൈപ്പോട്ടനസ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും വരിക? ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ റൂട്ട് 13. ഇനി എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ ഈ പോയിന്റിൽ വെച്ചിട്ട് പ്രൊട്ടാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി ആർക്ക് മാർക്ക് ചെയ്ത് 90 ഡിഗ്രി പോയിന്റ് അല്ലേ 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ആംഗിൾക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിലും 90 ഡിഗ്രി ഇവിടെ പ്രൊട്ടാക്ടർ ഫിക്സ് ചെയ്ത് 90 ഡിഗ്രി
ആംഗിൾ മാർക്ക് ചെയ്യുക. ഒരു പോയിൻ്റ് ഇങ്ങനെ കിട്ടുമല്ലോ പ്രൊട്ടക്ടർ ഫിക്സ് ചെയ്യുമ്പോൾ, ആ പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ അതൊരു പെർപെൻഡിക്കുലർ ലൈനായിരിക്കും. 90 ഡിഗ്രി കിട്ടും. 90 ഡിഗ്രി വരയ്ക്കാൻ കാരണം നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് സൈഡ്സ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടും. ഇനി എന്ത് ചെയ്യുക, കോമ്പസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് എടുക്കുക. കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ വെർട്ടെക്സിലും വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഈ പെർപെൻഡിക്കുലർ ലൈനിൽ √30 എന്ന് പറയുന്ന ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ലാർജർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. √2 വലുതും √3 ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ √2 വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ദാറ്റ് ഈസ് 1.414 എക്സെട്ര. √3 വാല്യൂ ആണെങ്കിൽ 1.732 എക്സെട്ര. ഓക്കെ, അപ്പോൾ √2 വാല്യൂവിനേക്കാളും വലുതായിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1.5 അല്ലേ, അല്ലെങ്കിൽ 1.6, 1.7 വിച്ച് ഈസ് ലെസ് ദാൻ √3. ഇതെന്തായിരിക്കും? √3 ചെറുതുമായിരിക്കും. ഇനി എന്ത് ചെയ്യാം, ഈ ഡെസിമൽസിന് നമുക്ക് ഫ്രാക്ഷൻസ് ആക്കി കൊടുക്കാം. ദാറ്റ് ഈസ് √2 ലെസ് ദാൻ 1.5 എന്ന് പറയുമ്പോൾ എന്താ? 3/2. ഒരു 1.6 എന്ന് പറയുമ്പോൾ 8/5. 1.7 എന്ന് പറയുമ്പോൾ 17/10 which is less than √3. അപ്പോൾ 3 ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? 3/2, 8/5, 17/10 which is greater than √2 and less than √3. ഓക്കെ, അപ്പോൾ ഇതോടെ ആ പാർട്ടിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് വിത്ത് പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ബൈ.